സെപ്റ്റംബർ ഒരു വമ്പൻ ട്വിസ്റ്റ് ഒരു കാര്യമുണ്ട്. ഞാൻ ഓൾറെഡി കൊടുത്തു പോയി. ഞാൻ എന്ത് പറയാനാ? നമ്മളെ പാരന്റ്സിന് പോലും ചിലപ്പോ ഞാൻ ഒറ്റ കരച്ചിലും എനിക്ക് നിന്നെ ഇഷ്ടം. ഇവരിങ്ങനെയൊക്കെ പ്രേമിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കുറെ ട്വിസ്റ്റുകളുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബീനമ്മാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നത്. ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് കാലമായി നമ്മൾ ഈ ഒരു കാര്യം ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട്, കാരണം കുറച്ച് ലാഗ് വന്നുപോയി നമ്മുടെ വീഡിയോസിന്. അതിനുള്ള കാരണം കുറെ പേര് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമില്. എനിക്കും നൈതിക്കൂട്ടനും പനിയായിരുന്നു. ഞങ്ങൾ കുറച്ച് ദിവസം ഇങ്ങനെ ഡൗൺ ആയിപ്പോയി, മൊത്തത്തില് സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ കടന്നുപോയി. ലോങ് വീഡിയോസ് ഇടുന്നില്ലെങ്കിലും ഷോർട്ട് വീഡിയോസിന് നിങ്ങൾ അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ വലിയ കാര്യം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ലവ് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. എന്താണ് മോളെ? ലവ് സ്റ്റോറിനെ പറ്റി ഞാൻ എന്ത് പറയാനാ? ലവ് സ്റ്റോറിനെ പറ്റി പറയാമെങ്കിൽ ഞാൻ പറയാം. നമ്മുടെ ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങ് 2006 ഞങ്ങള് ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരേ സ്കൂളിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അതിന് നിമിത്തമായത്. ഇതിനകത്ത് കുറെ ട്വിസ്റ്റുകളുണ്ട്. അതായത് നമ്മുടെ പാരന്റ്സിന് പോലും ചിലപ്പോ എന്റെ വീട്ടിലറിയായിരിക്കും ഇവരിങ്ങനെയൊക്കെ പ്രേമിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ലവ് അറിയാം, കുറെയൊക്കെ അറിയായിരുന്നു. പക്ഷെ ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി ഈ വീഡിയോ കാണുമ്പോൾ അറിയായിരിക്കും ദൈവം ഇത്രയും പ്രേമിച്ച് നടന്നിട്ടുണ്ടോ എന്ന് ചിലപ്പോ അവര് ചിന്തിക്കുമായിരിക്കും. ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞ് 3 കൊല്ലം ഇനി അച്ഛാമ്മേ നമ്മുടെ ലവ് സ്റ്റോറി വരുന്നുണ്ട് കണ്ട്. അപ്പൊ നമുക്ക് ലവ് സ്റ്റോറി തുടക്കത്തിൽ തന്നെ കേട്ടു തുടങ്ങാം. അപ്പൊ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ്. അപ്പൊ 2006 ആ ഒരു സമയത്താണ് നമ്മള് കണ്ടുമുട്ടുന്ന സംഗമം. ഓക്കെ, സംഗമിച്ചിട്ടില്ല നമുക്ക്. അപ്പൊ ഇവിടെ ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് വരുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ഒരു 10 മണി 11 മണിയൊക്കെ ആ സമയത്ത് ഇവള് വേറൊരു ഡിവിഷനിൽ പോയി അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഞാൻ വന്നത് അമ്മയുണ്ടായിരുന്നു കൂടെ. അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ കയറി, ഞാൻ മാത്രമാണ്. അപ്പൊ എനിക്ക് ഈ ഡിവിഷൻ മാറി വന്നതും പിന്നെ അറിയുന്നതായിട്ട് ആരും ഇല്ലാതെ എന്റെ കൂടെ. അപ്പൊ ബെല്ലടിച്ചപ്പോ അമ്മ പറഞ്ഞു ശരിയെന്നാ നീ പോയിക്കോ, ഞാൻ പോകുന്നാന്ന് പറഞ്ഞ് ഞാനങ്ങ് ഉള്ളിൽ കയറി. ഞാൻ ബാക്ക് ബെഞ്ചില് തീർത്ഥാന്ന് പറയുന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടീൻ്റെ അടുത്താണ് ഞാൻ പോയിരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ പോകുന്ന പോക്കിൽ ഞാൻ ഈ 2 ഉണ്ടക്കണ്ടുകൾ മാത്രം കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അതാണ് എൻ്റെ ആകെയുള്ള ഒരു ഓർമ്മ. പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ പഠിത്തമായി കാര്യമായി. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് ദൃഷ്ടിച്ച് കണ്ടുകൂടായിരുന്നു. വെറും ഭാര്യയായിരുന്നു, വെറും ആലോചിച്ച് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ദിവസം ഇത് ക്ലാസ് ലീഡർ ആയിരുന്നു, അല്ലെങ്കിൽ ലീഡർ ഇല്ലാത്ത കൊണ്ട് പിന്നെ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തതാണെന്ന് തോന്നുന്നു. അപ്പൊ വർത്താനം പറയുന്ന ആൾക്കാരെ പേര് എഴുതുന്ന വളരെ അടിപൊളിയായിട്ട് ഒരു ആചാരം ഉണ്ടല്ലോ ആ സമയത്തൊക്കെ. ഞാൻ എന്തോ പറയാൻ വേണ്ടി അനഘേന്റെ അടുത്ത് എന്തോ സംസാരിച്ചില്ല. അനഘ എന്റെ അടുത്ത് മിണ്ടോ ഇനി എന്തോ സംശയം. അനഘ എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ ഉള്ള ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഇത് ഇവൻ കണ്ടു. ഇവൻ എന്റെ പേര് അങ്ങ് എഴുതി, എന്റെയും അനഘേന്റെ പേര് അങ്ങ് എഴുതി. ഭാവി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണെന്നുള്ളൊരു വിചാരം ഞാൻ അന്ന് എഴുതി. ആ ദിവസം തന്നെ ആ സാർ അതിലൂടെ റൗണ്ട് വരേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി വന്നു, നല്ലോണം കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ. ഒറ്റക്കാലിൽ നിൽക്കാനൊക്കെ പറഞ്ഞ എന്നോടും അനഘേനോട് ഒരു ഓർമ്മയുണ്ട്. ഞാനൊരു ഒറ്റക്കരച്ചിരുന്നു. അനഘ കരച്ചു. അനഘ സ്ട്രോങ് ആയിട്ടൊന്നും ഞാൻ ഒറ്റ കരച്ചിലും. അന്ന് മുതൽ എനിക്ക് ഈ സാധനത്തിന് കണ്ണ് ദൃഷ്ടിച്ച് കണ്ടുകൂടാ. ഈ 9ാം ക്ലാസ്സിലൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് പിള്ളമാർക്ക് ലവ്, തീവ്രമായ പ്രണയം ഒക്കെ കൂടി ഇങ്ങനെ ഇരിക്കുമ്പോ ആ കുട്ടി നീക്ക് സെറ്റാക്കാം, ഈ കുട്ടി നിനക്ക് സെറ്റാക്കാം, ആ രീതിയിൽ നമ്മൾ ചെറുതായിട്ട് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കളിയാക്കാൻ ആരെങ്കിലും വേണല്ലോ, അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷെ തലയിലാവുന്ന സാധിച്ചു വിചാരിച്ചു. പുള്ളിയാണ് ഇങ്ങനെ ഒന്ന് സജസ്റ്റ് ചെയ്തത്, സായുജ നോക്കിക്കോ. അപ്പോ അതുപോലെ ഈ ഒക്കെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതായത് രാവിലെ ഞാൻ സ്കൂളിലേക്ക് പോയി. പിന്നെ ഞാൻ ലേറ്റ് ആയിട്ട് അന്നും പോയത്. അപ്പൊ അന്ന് അവിടെ എത്തി ഞാൻ എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സായുജിന് നിന്നെ ഇഷ്ടമാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി. ആരോട്? റിജിനേനോടോ മേഘേനോട് തങ്ങാൻ പറഞ്ഞിട്ടുണ്ടായി. ഇവരൊക്കെ സ്കൂൾ ബസ്സിൽ പോകുന്ന ആൾക്കാരാ. അപ്പൊ ഞാൻ പറഞ്ഞ ആര്? ആ ചക്കപ്പല്ലനാ. അനക്കോനെ വേണ്ടേ? ഞാൻ എടുത്ത് വായിക്ക് പറഞ്ഞ അനക്കോനെ വേണ്ടേ ആ ചക്കപ്പല്ല. അന്നേരം മങ്കുന് 2 വലിയ നിൽക്കാൻ.
വന്ന് പറയാൻ തുടങ്ങി ഓന് നിന്നെ ഇഷ്ടമാണ്. ആ സമയത്ത് ആ ഇഷ്ടമൊക്കെ മോന് നിന്നെ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയ. അപ്പൊ ഞാൻ അഗീൻ എടുത്ത് പറഞ്ഞു, ഇങ്ങനെ നീ എന്തിനാ വന്നിട്ട് പറയുന്നത്? അന്നേ ഞാൻ ഭയങ്കര ജില്ലാടിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്തിനാ വന്ന് പറയേണ്ട ആവശ്യം, സായുജിന് ഇഷ്ടമാണെങ്കിൽ സായുജ് വന്നിട്ട് എന്നോട് പറയുന്നത്. ഇതിന് പറഞ്ഞതാ. എക്സാം തീരുന്ന ദിവസം കാണത് ഞാൻ എക്സാം എഴുതി പുറത്തേക്ക് ഇങ്ങനെ എന്റെ ബസ് പോയി പോകും, അയന ബസ് പോയി പോകും, അതിനു വേണ്ടി ഓടി പോവുക. ഇങ്ങനെ നടന്നിട്ട് നമ്മളെ ഗ്രൗണ്ടിൽ നടന്നു വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ അവരോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പിള്ളേരൊക്കെ പറയുന്നത് സത്യം, എനിക്ക് നിന്നെ ഇഷ്ടം. ഒരു ഓട്ടോ ഓടി ഞാൻ ഒന്നും അനങ്ങിയില്ല. ഞാനെപ്പോഴും ഇങ്ങനെ നോക്കി, ഞാൻ എന്റെ ബസ് പോകൂലേ, ഞാൻ ഒരൊറ്റ ഓട്ടോ ഓടി. 8ാം ക്ലാസ്സിലാണ്, 9ാം ക്ലാസ്സില്. ആലോചിക്കണം, അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് 9ാം ക്ലാസ് പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. പിള്ളേരൊക്കെ ന്യൂജനാണ്, മറ്റേതാന്നൊക്കെ വിചാരിക്കും. നമ്മൾ അന്ന് 9ാം ക്ലാസ്സിലേ. ഇപ്പൊ ഇതിന്റെ മനസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നിന്റെ മനസ്സിലൊരു ലഡ്ഡു പൊട്ടിയോ? അന്നേരം ഒന്നും പൊട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോ നമുക്ക് പൊട്ടുമല്ലോ. ആരും എന്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഓക്കെ. അങ്ങനെയാണ് നമ്മൾ 2007-2008 ആ ഒരു സമയത്ത്. എനർജി ഇല്ലാത്തത് പെട്ടെന്ന് ഞാൻ പഴയ കാഴ്ച ഓർമ്മിച്ചു. അങ്ങനെ അപ്പൊ നമ്മള് ഇങ്ങനെ പറഞ്ഞു ഓക്കെ. പിന്നെ നമ്മള് സെറ്റായി മുന്നോട്ട് പോകാൻ തുടങ്ങി. നമ്മള് പണ്ടത്തെ ആൾക്കാരെ സെയിം ഇതൊക്കെ ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരുണ്ടാവുമല്ലോ പലരും നിങ്ങൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെ മിസ് കോൾ അടിക്കുക. സായുജിന് ലാൻഡ് ഫോൺ ഉണ്ട്, എനിക്ക് ലാൻഡ് ഫോൺ ഉണ്ട്. അപ്പൊ 3 മിസ് കോൾ അടിക്കും. മിസ് കോൾ മാത്രമേ വിളിക്കൂല. അതായത് ഞാൻ നിന്നെ പ്രേമിക്കുന്നു വാക്കിടാവേ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മിസ് കോൾ മാത്രം. പിന്നെ ഇടയ്ക്ക് സായുജിന്റെ അച്ഛനെടുക്കുകയും അച്ഛാ ക്ഷമിക്കണം അന്നോ മിസ് കോൾ അടിച്ചത് ഞാൻ. 1-2 പ്രാവശ്യം അച്ഛനെടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനപ്പോഴും കണ്ടാക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ 10ാം ക്ലാസ് എക്സാം എല്ലാം എഴുതി സെറ്റായി. റിസൾട്ട് എല്ലാം വന്ന് പിന്നെ അടുത്ത അലോട്ട്മെന്റിന്റെ പരിപാടിയായി. അപ്പോ ഞങ്ങൾ തമ്മിൽ ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ, ഫോണൊന്നും ഇല്ലല്ലോ നമുക്ക് ഇന്നത്തെ പോലെ. അപ്പൊ ഏത് സ്കൂളിലാണ് ചേരുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത മമ്പറ സ്കൂളിൽ ചേരാന്നുള്ളത് തന്നെയാണ്. അങ്ങനെയൊന്നല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നാട്ടിലെല്ലാരും പറഞ്ഞു നല്ല മാർക്ക് ഉണ്ടല്ലോ, അപ്പൊ മമ്പറ സ്കൂളിനേക്കാളും നല്ലത് പെർളശ്ശേരി സ്കൂളാണ് എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇവനോട് പറയാനുള്ള എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇതില്ല. 10ാം ക്ലാസ്സിലെ മമ്പറ സ്കൂളിലത്തെ നമ്മുടെ ബന്ധം അവിടെ വെച്ച് മുറിഞ്ഞ ബ്രേക്കപ്പ് ആയിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി ബ്രേക്കപ്പ് ഒന്നും ആയിട്ടില്ല. പക്ഷെ അവിടെയും ദൈവം നിനക്കുള്ളത് വരും മോളെ എന്ന് പറഞ്ഞു വെച്ചു. അതായത് നമ്മൾ രണ്ടുപേരും പോകുന്നത് ഒരേ സ്ഥലത്ത് നിന്നാണ്. ഒരു സ്ഥലത്ത്, അതായത് പെർളശ്ശേരി സ്കൂളിൽ പഠിക്കുന്ന എനിക്ക് മമ്പറം വന്നിട്ട് വേണം എന്റെ വീട്ടിലേക്കുള്ള ബസ് കയറി പോകാൻ. സായുജ് മമ്പറത്തായോണ്ട് മമ്പറത്ത് നിന്ന് വേണം സായുജിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ബസ് കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം മമ്പറത്ത് വെച്ച് കാണും. ഒന്നും സംസാരിക്കുക ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ നോക്ക് മാത്രം, കണ്ണും അങ്ങനെ മാത്രം. അപ്പൊ ചില ദിവസം ഉണ്ടാവും കടലക്കല് ചവച്ചോട് പോകുന്നുണ്ടാവും. അങ്ങനെയല്ല. അപ്പോ സായുജ് ഇവരെ നാട്ടിലേക്ക് പോകുന്ന ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ ഇങ്ങനെ ചാടി കീറി തൂങ്ങിയിട്ടെല്ലാം പോകുന്നുണ്ട്. അതിലിടയ്ക്ക് എന്നെ നോക്കും, ഞാൻ സായുജിനെ നോക്കും. അങ്ങനെ ചിരിക്കും ഒന്നുമില്ല. അതായത് നീ എന്നോട് പറഞ്ഞില്ലല്ലോ മമ്പറ സ്കൂളിൽ നിന്ന് പോകുന്നത് എന്നുള്ള ആ ഒരു ദേഷ്യത്തിലായിരുന്നു എന്നെ നോക്കിക്കൊണ്ടിരുന്നതെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ +1 +2 നമ്മളങ്ങനെ കമ്മ്യൂണിക്കേഷനോ ഒന്നും ഉണ്ടായില്ല, നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായില്ല. ഇങ്ങനെ കാണുക എന്നല്ലാണ്ട് അന്നൊക്കെ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞു, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം തീർന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. കഴിഞ്ഞതിന് ശേഷം എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തൃശ്ശൂർ PC തോമസിന്റെ സെന്റർ ഉണ്ടല്ലോ, ഞാനും പോയി ഇവളും പോയി. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നമുക്ക് കമ്മ്യൂണിക്കേഷനും ഇല്ല, ഒന്നുമില്ല. എനിക്ക് അറിയില്ല സായുജ് എവിടെയുള്ള, സായുജിന് അറിയില്ല ഞാൻ എവിടെയുള്ള എന്നുള്ളത്. അപ്പോ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോയത്. ഞാൻ എല്ലാവരുടെയും ലേറ്റാ. സായുജ് എപ്പോഴാണ് പോയതെന്ന് പിന്നെയാണ് അറിയുന്നത്. ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാൾ വന്നിട്ടാണ് എന്നെ എന്റെ ഒരു ഫ്രണ്ടിനെ പറഞ്ഞയക്കുന്നത്. റിപ്പീറ്റ് ചെയ്യാൻ പോയി ഞങ്ങൾ ഒരു കോണ്ടാക്റ്റും ഇല്ല. മങ്കൂര് ഇതൊന്നും ഓർമ്മയില്ല, അതുകൊണ്ട് വായി കൂട്ടിയിരിക്കുന്നുണ്ട്. എനിക്ക് സ്റ്റാർട്ടിങ് ഓർമ്മ വരുന്ന ഞാൻ വിളിച്ചത് മാത്രമേ ഉള്ളൂ. അത് സമിത്ത് വഴി. സംഭവം എന്താ വെച്ചാൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് വെക്കേഷൻ അങ്ങാണ്ട് വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് നമുക്ക് ഫോണുണ്ട്. ഒരു ദിവസം കാരണം നല്ല മഴയാ, സമിത്ത് വിളിക്കുന്നുണ്ട്. സമിത്തുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ഉണ്ട്, ഷിൻഡാജി അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ട്.
അമിത് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ സാവിജ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിന്റെ നമ്പർ ചോദിച്ചിട്ട് ഞാൻ കൊടുക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട സമയത്തെ കൊടുക്കണ്ടെന്ന് പറഞ്ഞ് തീരുന്ന മുന്നേ ആ കാലം എടുത്തെന്ന് പറഞ്ഞ ഞാൻ ഓൾറെഡി കൊടുത്തു പോയി. അപ്പൊ ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഒരു 10 മിനിറ്റ് മുന്നേ 2 മിസ് കോൾ സെയിം നമ്പറിന്ന് വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സമിത്തിന്റെ അടുത്ത് പറഞ്ഞ സമയത്തെ എന്നാ ഇത് ഇവൻ തന്നെയാണ്, ഈ നമ്പറാണോ, ഈ നമ്പറാണ് എനിക്ക് മിസ് കോൾ വന്നിട്ടുണ്ട് 2 എണ്ണം എന്ന് പറഞ്ഞു. അപ്പൊ സമിത്ത് പറഞ്ഞു അതെ അതെ ഇത് ഓന്റെ നമ്പർ തന്നെയാണ്, പുള്ളിക്ക് ഓൾ ദ ബെസ്റ്റ് ഉണ്ട്. സമിത്താണെങ്കിൽ അന്നത്തെ ഓന്റെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു, ഭയങ്കര കോരിച്ചൊരിയുന്ന മഴയും ഇടിയും ആയിട്ട് ലേറ്റ് ആയിട്ട്, അതായത് 10 മണിയെങ്ങാണ്ടായി ഇവൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക, വഴി തെറ്റിപ്പോയിട്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് നമ്മളെ വിളിച്ചിട്ട് സെറ്റാക്കിയത്. അതൊരു സെറ്റാക്കലായിരുന്നു, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ സായിച്ച് വിളിക്കാൻ തുടങ്ങി, പിന്നെ സംസാരമായി, ചിരിയായി, കളി. അങ്ങനെ റിപ്പീറ്റ് കഴിഞ്ഞു. ആ ഒരു വർഷം മൊത്തം ചുഴലായതുകൊണ്ട് എന്റെ റാങ്ക് വളരെ വലുതായിരുന്നു. മൊബൈൽ നമ്പർ പോലത്തെ റാങ്ക് ആയിരുന്നു എനിക്ക് വന്നത്. 46,516 അതായിരുന്നു എന്റെ റാങ്ക്. മങ്കു 20 എത്രയായിരുന്നു. ഇവൻ എന്നെ പറ്റിച്ച് കുറെ പഠിച്ചിരുന്നു. എൻട്രൻസ് റിപ്പീറ്റിംഗ് കഴിഞ്ഞു. അടുത്തത് എഞ്ചിനീയറിംഗിന് തന്നെ ചേരാന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തി. സായിച്ച് അമൃത എക്സാം എഴുതി, അമൃത യൂണിവേഴ്സിറ്റിയുടെ എക്സാം എഴുതി, അതിൽ സെലക്ട് ആയി. ഞാൻ IHRD ആ ഒരു കാറ്റഗറിയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലോട്ട്മെന്റിൽ ലാസ്റ്റത്തെ എൻ്റെ തൊട്ട് മുന്നത്തെ അലോട്ട്മെന്റിൽ ആലപ്പുഴയിൽ മറ്റേ ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ എനിക്ക് സീറ്റ് കിട്ടി. അങ്ങനെ ഞാൻ അവിടെ പോയി അഡ്മിഷൻ എടുത്തു. കാരണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുത്തേ പറ്റും. അഡ്മിഷൻ എടുത്തപ്പോഴാണ് സാധിച്ച അലോട്ട്മെന്റിൽ നമുക്ക് എത്ര റാങ്കാ പോയത് എന്നൊക്കെ കാണാൻ പറ്റില്ല. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു കരുനാഗപ്പള്ളിയിൽ നിന്നെ തൊട്ട് മുന്നേ ഉള്ളത് വരെ കയറിയിട്ടുണ്ട്, നീ വെയിറ്റ് ചെയ്യ്, ഇത് ഫിക്സ് ചെയ്യല്ല എന്ന് പറഞ്ഞു. പക്ഷെ അഡ്മിഷൻ എടുത്തത് നമുക്ക് എത്രയോ ദിവസത്തിനുള്ളിൽ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പൊ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റത്തെ അലോട്ട്മെന്റിൽ നോക്കിയപ്പോ കരുനാഗപ്പള്ളിയിൽ കിട്ടി. സായുജ് വള്ളിക്കാവ് അമൃത സ്കൂളിൽ പഠിച്ചു. ഞാനിവിടെ കരുനാഗപ്പള്ളി IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു. 4 വർഷം ഭയങ്കര അടിപൊളിയായിരുന്നേ. അത് നിങ്ങൾ വിചാരിക്കും ബിടെക്കിലുള്ള എൻജോയ്മെന്റോടോ സായുജുമായിട്ടുള്ള നല്ല രസമായിരുന്നു 4 വർഷം എന്ന് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ബിടെക് വെറും വേസ്റ്റ് ആണ്. എനിക്ക് ഒരു താല്പര്യം ഇല്ലാത്തൊരു സാധനമാണ് ഈ ബിടെക് എന്ന് പറയുന്നത്. പക്ഷെ ഞായറാഴ്ച അമ്പലത്തിൽ പോവും. എന്റെ മോനെ അതിന്റെ ഒരു സാഹചര്യ പ്രശ്നമുണ്ട്, വല്ലാണ്ട് ഉറങ്ങിപ്പോവും. തവള പറഞ്ഞ സാഹചര്യ ഫ്രണ്ടാണ്, അവന്റെ പേര് അശ്വിൻ എന്നാണ്. അപ്പൊ ഓനാണ് എന്റെ മീഡിയേറ്റർ. അതായത് എന്തിനും ഒരു സർപ്രൈസ് കേക്ക് കൊടുക്കാനോ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനോ എല്ലാത്തിനും തവളയാണ് വരിക. തവള നമ്മുടെ വീടിന്റെ അടുത്ത് ഇങ്ങോട്ട് വരാറുണ്ട്. തവളേനെ വിളിച്ചിട്ട് കാര്യം ചോദിക്കും, തവള ഇങ്ങനെ കിട്ടുന്നില്ലല്ലോ, എടുക്കുന്നില്ല, ദേഷ്യം പിടിച്ചു. ഞായറാഴ്ച നമ്മള് അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടി പ്ലാൻ ചെയ്യും, ഓച്ചിറ അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട്. രാവിലെ എഴുന്നേറ്റ് ഇനി ഇതിനെ വിളിച്ചു കഴിഞ്ഞാൽ എണീക്കുള്ളൂ. എന്തൊക്കെ ഫോൺ സൈലന്റ് ആയിരിക്കില്ല, സ്വിച്ച് ഓഫ് ആയിരിക്കും, വിളിച്ചു കഴിഞ്ഞാൽ എടുക്കില്ല. അങ്ങനെ ഞാൻ തവളേനെ വിളിക്കും. തവള പാവ എത്ര ദിവസം എന്ന് പറയാം ഒന്നും പറയില്ല കേട്ടോ. ഞാൻ എത്ര വിളിച്ചാലും ഒന്നും പറയില്ല. വന്നിട്ട് സൈജിനെ വിളിച്ചിട്ട് നല്ല ചീത്തയും പറഞ്ഞു വിടും. ഞാൻ എണീറ്റ് ഒരു ഓട്ടോ ഇടാണ്ട്. അങ്ങനെ പിന്നെ അവിടെ ഒരു ആനന്ദ് ഭവൻ ഉണ്ടായിരുന്നു, അവിടുത്തെ പൂരിയും ബാജിയും പിന്നെ നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് പോകുമ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് വെച്ചാൽ നാട്ടിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് പോകുമ്പോ അവിടെ ഇറങ്ങിയിട്ട് രാവിലെ പല്ല് തേക്കാണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചത് സായുജാണ്. കാരണം ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് നേരെ പോവാ ദേ പുട്ടുകട എന്ന് പറയുന്ന ഒരു കടയിൽ. അവിടെ പുട്ടും ബീഫും കിട്ടും രാവിലെ. അത് തിന്നാൻ വേണ്ടി പോകും. സായുജനെ കൂട്ടിട്ട് പോയപ്പോ ഞാൻ പറഞ്ഞു അയ്യോ മങ്കു പല്ല് തേച്ചിട്ടില്ലല്ലോ, ഇങ്ങനെ തിന്ന. അതൊന്നും സാരമില്ല, ഞാനിപ്പോ അങ്ങനെയല്ലേ തിന്നു. പിന്നെ അതൊരു ശീലമായി. അങ്ങനെയല്ല, നമ്മള് ആ ഒരു സാഹചര്യത്തിൽ മാത്രമേ അങ്ങനെ ഹൈജീൻ ഇല്ലാതെ വിചാരിക്കുന്നത് അങ്ങനെയല്ല. അതായത് ആ സമയത്ത് ട്രെയിൻ ഇറങ്ങി എത്തുന്ന സമയത്ത് തിന്നും. അങ്ങനെ പിന്നെ ഞാനും പിന്നെ ചോദിക്കാനൊന്നുമില്ല, നമ്മള് നേരെ പോകും തിന്നും വരും. സത്യം പറഞ്ഞ കൈസി ലാസ്റ്റ് ഒരു സാഹചര്യം ഒരു പുതുമയാണ്. കേട്ടിരിക്കുക, ഞാൻ പറയുന്നില്ല. മനസ്സിലായെങ്കിൽ എന്നോട് എത്ര ആത്മാർത്ഥതയുണ്ട്. ഞാൻ കുറച്ച് ഓർമ്മശക്തി എനിക്ക് വളരെ കുറവാണ്, അതുകൊണ്ടാണ് സോറി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നെ തിന്നാൻ പഠിപ്പിച്ചത് സായുജാണ്. സത്യം. അവിടെ ഒരു ഷോപ്പ് റെസ്റ്റോറന്റ് ഉണ്ട്, ഫസീക്ക്. അവിടെ പോവും. പൊറോട്ട, ചില്ലി ചിക്കൻ, ഫലൂദ, അങ്ങനെ പലതരം സാധനങ്ങളും ഞാൻ തിന്നു. ഷവർമ്മ ഞാൻ ആദ്യമായിട്ട് വന്ന സായുജിന്റെ കൂടെയാണ്. അന്ന് തുടങ്ങിയ ഇതുവരെ അവസാനമില്ല. 2016 നമ്മള് ബിടെക് കഴിഞ്ഞത്.
അത് കഴിഞ്ഞ് പിന്നെ സായുജിന് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി വിപ്രോയില് പ്ലേസ്മെന്റ് കിട്ടി. എനിക്ക് ഒന്നും കിട്ടിയില്ല, ഞാൻ വീട്ടിൽ തന്നെ ഇരിപ്പായി. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ബിടെക് ലൈഫ് പോയത്. ബിടെക് കാലഘട്ടത്തിൽ നടന്ന ഒരു വമ്പൻ ട്വിസ്റ്റ് ഒരു കാര്യമുണ്ട്. അത് നമുക്ക് ഇപ്പൊ റിവീൽ ചെയ്യണ്ട. നമ്മുടെ ലവ് സ്റ്റോറിയിലെ ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റ് ആണ്. അത് കുറെ പേർക്ക് ഞങ്ങൾ അറിയുന്ന കുറെ പേർക്ക് അറിയായിരിക്കും. എന്തുകൊണ്ട് മക്കളെ നിങ്ങൾ അത് പറയാത്തെന്ന് വിചാരിക്കുന്നുണ്ടാവും. അത് ഞങ്ങളിപ്പം പറയില്ല. അത് നമ്മൾ മേ ബി ചിലപ്പോ കുറെ വർഷങ്ങൾക്ക് ശേഷം കുറച്ചും കൂടി കഴിയട്ടെ, 5-6 വർഷം കൂടി കഴിയട്ടെ, എന്നിട്ട് നമ്മൾ ചിലപ്പോൾ പറയായിരിക്കും. അങ്ങനെ ഒരു ട്വിസ്റ്റ് നമ്മൾ അവിടെ ബാക്കിയാക്കും. അതിന്റെ പാർട്ട് 2 ഇറക്കണം. അപ്പൊ അത് ഭയങ്കര ഒരു ട്വിസ്റ്റാണ്. ബിടെക് അത് കഴിയുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ആ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്. ക്യാമ്പസ് പ്ലേസ്മെന്റ് എനിക്ക് കോളിംഗ്സിൽ കിട്ടി, വിപ്രോയിൽ കിട്ടി. ഞങ്ങൾ കുറെ ടൈം വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ കോളിംഗ്സിലേക്ക് കിട്ടി, ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി. 2016 ജൂലൈയിലാണ് സായുജ് ഇവിടെ വരുന്നത്. സായുജ് വന്ന് സായുജ് ഇവിടെ നിന്ന് ഇങ്ങനെ വർക്കിന് പോകുന്നു, ഞാൻ നാട്ടിൽ നിന്ന് PSC ക്ലാസ്സിന് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോ എൻ്റെ ഒരു കുടുംബക്കാരൻ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് ഒരു കാര്യമില്ല, നീ ഇവിടുന്ന് മാറിയിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോയാലേ നിനക്ക് രക്ഷയുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയാണ് ബാംഗ്ലൂരേക്ക് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് സായുജ് അടുത്ത് പറഞ്ഞു, നീ വന്നോ, നമുക്കിവിടെ ഒരു കോഴ്സ് ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ബാംഗ്ലൂരേക്ക് വരുന്നത്. പിന്നെ ഞങ്ങളുടെ വർക്ക് കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ ബാംഗ്ലൂരും കട്ടപ്രണയത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എല്ലാ 2 ദിവസം കൂടുമ്പോൾ എന്നെ കാണാൻ വരുന്നു. എന്നിട്ട് എവിടെയെങ്കിലും ഫുഡെല്ലാം വാങ്ങിത്തരും. 335E ആ ബസ്സാണ് എനിക്ക് ഓർമ്മ. ഞാനിരുന്ന് ഹൂഡിന്ന് പാവം ചില സമയത്ത് സങ്കടം തോന്നുന്നു. ഓഫീസ് കഴിഞ്ഞ് അതേ ഡ്രസ്സിനാല ഇൻസൈഡ് ചെയ്തത് മാറ്റം പോലും ചെയ്യാണ്ട് വരും. അപ്പൊ എന്റെ അവിടെ PGയിലുള്ള ആന്റി പറയായിരുന്നു, പാവ 2 ദിവസം കൂടുമ്പോൾ, അതായത് ഇന്ന് വന്ന് നാളെ വന്നില്ല മറ്റന്നാൾ വരും അങ്ങനെ. അപ്പൊ പറയാം, അങ്ങനെ ഇത്ര ദൂരം നിന്നെ കാണാൻ വേണ്ടി വരുന്നില്ലേ എന്നൊക്കെ പറയാം. അങ്ങനെ എന്നെ കൂട്ടി ഇന്ദിരാനഗറൊക്കെ ഞാൻ ആദ്യം പോയി സായുജിന്റെ കൂടെയാണ്. അങ്ങനെ ഓർമ്മയുണ്ടെന്ന് അറിയില്ല. ആദ്യമായിട്ട് ഇന്ദിരാനഗറിൽ പോയപ്പോ സായുജ മോളെ പിസ്സ കഴിച്ചിട്ടുണ്ടോ, പിസ്സ കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കാലിഫോർണിയ പിസ്സ എന്ന് പറയുന്ന ഒരു സ്ഥലം കണ്ട് കാണുമ്പോ തന്നെ അറിയാം ഹൈടെക് ആണ് എന്നുള്ളത്. സായുജ വാ കേറാ. ഞാനപ്പൊ അന്നേരം പിസ്സയൊന്നും കഴിച്ചിട്ടില്ല. നമ്മളെ നാട്ടിൽ കിട്ടുന്ന മറ്റേ കുഞ്ഞു പിസ്സയില്ല, അതെല്ലാം കഴിച്ചു. അപ്പൊ അങ്ങനെ സാഹചര്യം കൂട്ടിട്ട് പോയിട്ട് അത് ഞങ്ങൾ ഓർഡർ ചെയ്ത തിൻ ക്രസ്റ്റ് ആണ്. ബില്ല് വന്നേ. ഞാൻ ആദ്യമായിട്ടാണ് അന്നേരം ഇന്ദിരാനഗറിൽ പോകുന്നത് സാഹചര്യന്റെ കൂടെ. ഞാൻ നമ്മളെ നാട്ടിലെല്ലാം കഴിക്കുന്നത് 200-250 മാക്സിമം. ബാംഗ്ലൂരത്തെ ആ ഒരു എനിക്കറിയില്ലല്ലോ ഒത്തിരി റേറ്റ് എന്നൊന്നും. പിസ്സ വന്ന് 1250 രൂപ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബില്ല് വന്നപ്പോ ഞാൻ തിന്നതെല്ലാം തൊണ്ടേ കഴിച്ച് ഛർദ്ദിച്ചു. 1250. ആ സമയത്ത് ഞങ്ങൾക്കൊന്നും താങ്ങാത്ത ഒരു എമൗണ്ട്. പക്ഷെ വർക്കിംഗ് ആയതുകൊണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പേ ചെയ്ത് വന്ന് അങ്ങനെ പല ഷവർമ ഞാൻ ഫസ്റ്റ് തിന്നത്, പിസ്സ തിന്നത് എല്ലാം സാഹചര്യമാണ്. കൊറോണയുടെ ആ ടൈമൊക്കെ ആവുമ്പോ ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പൊ ഞങ്ങളെ ഡേറ്റ് ഓൾറെഡി ഫിക്സ് ചെയ്തു. അപ്പൊ അവര് ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് വന്നു. സാഹചര്യം കൂട്ടിയിട്ടില്ല, കാരണം ഓൾറെഡി പെണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാണല്ലോ. അപ്പൊ ഒരു വാക്ക് കൊടുക്കൽ എന്നുള്ള രീതിയിലാണ് അച്ഛനും എല്ലാരും വന്നത്. എൻ്റെ അമ്മേ അച്ഛനെ എനിക്ക് പേടിയാണ്. അതായത് ഈ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ അഖിൽ രമേശൻ ഇവരൊക്കെ പറയുന്ന അച്ഛൻ പട്ടാളത്തിലാണ്. അപ്പൊ അച്ഛന്റെ കയ്യിൽ തോക്കുണ്ട്, അച്ഛൻ വെടിവെക്കും, അങ്ങനെയൊക്കെയാ പറയുന്നത്. അപ്പൊ നമുക്ക് പേടി. അപ്പൊ അച്ഛൻ പാരന്റ്സ് മീറ്റിംഗിലെല്ലാം വരുമ്പോ ഞാൻ ഇങ്ങനെ പൂച്ചനെ പോലെ പോവായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഇത് ലാസ്റ്റ് തൊട്ടായപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവർ വീട്ടിലേക്ക് വന്നു. വാക്ക് കൊടുക്കൽ എന്നുള്ള രീതി, നീ കാണാനും സംസാരിക്കാനും ഒന്നും ഇല്ലല്ലോ, നമ്മളിനിപ്പം പോകില്ല എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ വന്ന് ആരൊക്കെയോ കുടുംബക്കാരൊക്കെയോ കൂടെ വന്ന് അന്നാണ് ഞാൻ അച്ഛൻ ആദ്യമായിട്ട് മുഖം നോക്കി നിൽക്കുന്നത്. അച്ഛൻ ഈ വീഡിയോ കാണുമെന്ന് അറിയില്ല. അച്ഛൻ വന്ന് സംസാരിച്ച് സെറ്റായി. അങ്ങനെ നമ്മൾ കല്യാണത്തിന്റെ നിശ്ചയത്തിന്റെ ഡേറ്റും എല്ലാം എടുത്തതാണ്. ആ സമയത്താണ് കല്യാണം, ഇത് കൊറോണ ഭയങ്കര ജാസ്തിയായി. പിന്നെ നമുക്ക് ആ ഡേറ്റ് മാറ്റേണ്ടി വന്നു. പിന്നെ നമ്മൾ 2020 സെപ്റ്റംബർ നവംബർ 12 ഞങ്ങൾ അങ്ങനെ വിവാഹിതരാവുകയാണ്. അങ്ങനെ കുറെ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ആൾക്കാർ 50 ആൾക്കാർ അങ്ങനെ പറ്റുമായിരുന്നുള്ളൂ. കൊറോണ കല്യാണമായിരുന്നു. യെസ്. അങ്ങനെ പക്ഷെ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള കുറെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. പിന്നെന്താ വേണ്ടേ, കഴിഞ്ഞു. ലവ് സ്റ്റോറി കഴിഞ്ഞു. അപ്പൊ ലവ് സ്റ്റോറി കഴിഞ്ഞു. ലവ് സ്റ്റോറി അത് സ്റ്റോറി കഴിഞ്ഞു. ലവ് സ്റ്റോറി കഴിഞ്ഞു. ലവ് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഓക്കെ. നമ്മള് പിന്നെ 2000 കല്യാണം കഴിഞ്ഞ ആ സമയത്ത് തന്നെ പ്രഗ്നന്റ് ആയി. നൈതികുട്ടൻ വന്നു. ഇപ്പൊ 3 വയസ്സാവാൻ പോകുന്ന നൈതികുട്ടന്. അങ്ങനെ നമ്മള് ലൈഫ് ഇങ്ങനെ സൂപ്പർ ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ ഇതിന്റെയൊക്കെ ഫോട്ടോസ്
ഞാൻ കൊടുക്കാം. നിങ്ങൾ കണ്ടു നോക്ക്, ഞങ്ങളെ പഴയ കോലവും ഞങ്ങളെ ഇപ്പോഴത്തെ കോലവും ഒക്കെ നിങ്ങൾ കണ്ടു നോക്ക്. 17 വർഷമായിട്ട് നമുക്ക് അങ്ങോട്ട് അറിയാം, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊരു ഇപ്പൊ 17 വർഷം, ഇപ്പൊ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലമായി. ഇപ്പൊ 14 വർഷം ശരിക്കും, അതായത് പ്രണയിച്ചിട്ടാണ് ഞങ്ങള് കല്യാണം കഴിച്ചത്. ഇപ്പോഴും ലവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലോണം അടികൂടും, നല്ലോണം വീണ്ടും നന്നാവും, നല്ലോണം വീണ്ടും അടികൂടും, നല്ലോണം വീണ്ടും നന്നാവും. അങ്ങനെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം സഹായിച്ച് ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങനെ പോട്ടെ അല്ലേ? പിന്നല്ല. അത്രയാണ് നമ്മുടെ ലവ് സ്റ്റോറി. ലോങ് ലവ് സ്റ്റോറിയാണ്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.